പള്ളിക്കുദാശക്കാലം 2-ാം ഞായർ വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ ജനനത്തിലൂടെ ആരംഭിച്ച് തിരുസഭയിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ എന്ന സത്യം ആരാധന വത്സരം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. യുഗാന്തത്തിൽ സഭ തന്റെ മക്കളോടുകൂടെ സ്വർഗീയ ജെറുസലേമാകുന്ന മണവറയിൽ തന്റെ വരനെ കണ്ടുമുട്ടുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന പള്ളിക്കുദാശക്കാലത്തിലെ 2-ാമത്തെ ആഴ്ചയാണിത്. ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിന് തന്നിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ വായനകളെല്ലാം തന്നെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുവാൻ പോരുന്നതാണ്. പുറപ്പാടിന്റെ പുസ്തകം 40-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് മോശ അഹ്റോനെയും മക്കളെയും പുരോഹിതരായി അഭിഷേകം ചെയ്യുകയും അങ്ങനെ പൗരോഹിത്യ വേലയ്ക്ക് ഒരു പിന്തുടർച്ച അവകാശം നൽകുകയും ചെയ്യുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 10 മുതൽ 29 വരെയുള്ള 2-ാമത്തെ പഴയ നിയമ വായനയിൽ ജെറുസലേം ദേവാലയ പ്രതിഷ്ഠാവേളയിൽ ദൈവം ദാവീദിന് നൽകിയ വാഗ്ദാനം തന്റെ കരങ്ങളിലൂടെ പൂർത്തിയാക്കപ്പെട്ടതിന്റെ സന്തോഷത്തിൽ ആത്മാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സോളമനെ നമ്മൾ കണ്ടുമുട്ടുന്നു. മനുഷ്യനിർമ്മിതമല്ലാത്തതും ദൈവസ്ഥാപിതവുമായ സത്യകൂടാരത്തിന്റെ ശുശ്രൂഷകനാണ് മിശിഹാനാഥൻ എന്ന പരമസത്യം ഹെബ്രായ ലേഖനം 8-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലൂടെ സഭ നമ്മെ പഠിപ്പിക്കുന്നു. ഈ 3 വായനകളിലും വളരെ വിശേഷമായി തെളിഞ്ഞു നിൽക്കുന്ന ഏതാനും ചില പദപ്രയോഗങ്ങളാണ് പുരോഹിതനും കാഴ്ചയർപ്പണവും, ദേവാലയം ശുശ്രൂഷകളും പ്രാർത്ഥനകളും. ഈ വിഷയത്തെപ്പറ്റി വളരെ വ്യക്തമായ ആഴമായ ആശയം നമുക്ക് പറഞ്ഞു തരുന്നതാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള നമ്മുടെ ഇന്നത്തെ സുവിശേഷ ഭാഗം. വയലിലൂടെ നടന്നു പോകുന്ന ഈശോയുടെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ചു തിന്നുന്നതും ഈ പ്രവൃത്തിയെ സാപത്തുമായി കൂട്ടിക്കുഴച്ച് ശിഷ്യന്മാരുടെ മേൽ ഫരിസേയർ കുറ്റമാരോപിക്കുന്നതും തെറ്റായ മനുഷ്യമിത സാങ്കല്പിക അധ്യായങ്ങളുടെ മേൽ പൊളിച്ചെഴുതാൻ സാബത്ത് ദിവസത്തിൽ കൈശോഷിച്ച ഒരു മനുഷ്യനെ യേശുനാഥൻ സുഖപ്പെടുത്തുന്നതുമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയങ്ങൾ. യഹൂദരെ സംബന്ധിച്ചിടത്തോളം പൂജ്യമായി ആചരിക്കേണ്ട ഒരു ദിവസം അതാണ് സാബത്ത്. സൃഷ്ടികർമ്മത്തിനു ശേഷം ദൈവം തമ്പുരാൻ വിശ്രമിച്ചതിന്റെ ഓർമ്മ, തിന്മയുടെയും അടിമത്തത്തിന്റെയും ഒറ്റപ്പെടുത്തലിന്റെയും വേളകളിൽ സ്നേഹത്തിലൂടെ കാരുണ്യത്തിലൂടെ ദൈവം ചൊരിഞ്ഞു നൽകിയ നന്മകളെ ഓർക്കാനും അതിന് നന്ദി അർപ്പിക്കാനും ആരാധിക്കുവാനുമുള്ള ദിവസം. എന്നാൽ അനുഗ്രഹത്തിന്റെയും ആശ്വാസത്തിന്റെയും നന്മയുടേതുമായ ഈ നാളിനെ നിശ്ചിതമായ ആധാരമാക്കി മാറ്റി, ആചാരമാക്കി മാറ്റി, അതിനെ നിയമത്തിന്റെ വക്താക്കള് സ്വന്തം താല്പര്യപ്രകാരം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ ഈ നല്ല ആചാരങ്ങള് അഴുക്കും ചാലും പുരണ്ട് ദുർഗന്ധം വമിക്കുന്ന വഴിയിലെ ചവിട്ടുകൊട്ടകൾ പോലെ ആയി മാറ്റപ്പെട്ടു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എന്താണ് സാബത്തെന്നും എങ്ങനെയാണ് യഥാർത്ഥമായ സാബത്ത് ആചരണം നടത്തേണ്ടതെന്നും ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹവും കാരുണ്യവും ഉൾക്കൊള്ളാത്ത നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുഴുവൻ മാറ്റി എഴുതിക്കൊണ്ട് നിയമത്തേക്കാൾ മനുഷ്യ നന്മയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന പരമസത്യം ഈശോനാഥൻ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു നീട്ടുക. ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന ഏതാനും ചില സന്ദേശങ്ങളുണ്ട്. ഒന്നാമതായി, അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വാരിച്ചൊരിയുന്ന ദൈവത്തോട് നമ്മൾ വിശ്വസ്തരായിരിക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ആരും തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വ്യക്തിത്വമുണ്ട്. ഒത്തിരിയേറെ പ്രാധാന്യം കൽപ്പിക്കാത്തൊരു വ്യക്തിത്വം.
ഈശോയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന കൈശോഷിച്ച മനുഷ്യൻ. മരിച്ചുപോയ മകൾക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അമ്മയെപ്പോലെയോ, മരിക്കാറായി കിടക്കുന്ന മകൾക്ക് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി കേഴുന്ന പിതാവിനെ പോലെയോ ഈശോയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ എഴുന്നേറ്റ് നിന്ന്, യേശുവേ ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് വിളിച്ചു കരഞ്ഞ് പ്രാർത്ഥിച്ച അന്ധരായ യാചകന്മാരെ പോലെയോ ഈ കൈശോഷിച്ച മനുഷ്യൻ കരഞ്ഞതായോ പ്രാർത്ഥിച്ചതായോ യേശുവിനെ വിളിച്ചതായോ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടില്ല. പലപ്പോഴും നമ്മളും ഈ കൈശോഷിച്ച മനുഷ്യന്റെ അവസ്ഥയില്ല. ആയിരക്കണക്കിന് വ്യക്തികൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് കരയുകയും മുട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴും ഒരു നിമിഷം പോലും ആ ദൈവത്തെ സ്മരിക്കാൻ സമയം കിട്ടാതെ, ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ സാധിക്കാതെ, ആ കുടുംബത്തിലൊരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ നമ്മളൊക്കെ ഓടുമ്പോഴും ഈശോ അർഹിക്കാത്ത സ്നേഹത്താൽ നമ്മളെ വാരിപ്പുണരുന്നുണ്ട്. പ്രിയമുള്ളവരെ, അർഹിക്കാത്ത സ്നേഹം, അർഹിക്കാത്ത ഒരു അനുഗ്രഹം, അർഹിക്കാത്ത അത്ഭുതം കൈശോഷിച്ച മനുഷ്യന് ഈശോനാഥൻ കൊടുത്തെങ്കിൽ ഓരോ ദിവസവും അർഹിക്കാത്ത ഒത്തിരിയേറെ നന്മകളാൽ, അനുഗ്രഹത്താൽ നമ്മെ വാരിപ്പുണരുന്ന ആ ദൈവം തമ്പുരാനോട് നമുക്ക് വിശ്വസ്തരായിരിക്കാം, സ്നേഹമുള്ളവരായിരിക്കാം. രണ്ടാമതായി, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളൊക്കെ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട് സ്നേഹത്തിനും കരുണയ്ക്കും വേണ്ടി. ദൈവമേ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, നിന്റെ കരുണയുടെ ചാനൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കണമേ, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന നമ്മളോട് ഈശോനാഥൻ തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങളും സ്നേഹവും കരുണയുമുള്ളവരായി മാറുക. മനുഷ്യപാപങ്ങൾക്ക് വേണ്ടി മനുഷ്യരൂപം കൊണ്ട് ഭൂമിയിൽ അവതരിച്ച ദൈവം തമ്പുരാനും അനേകർക്ക് പാപത്തിന്റെ സങ്കീർത്തനത്തിന്റെ വിരുന്നൊരുക്കിയ ഈശോനാഥൻ, അനേക രോഗികൾക്ക് സൗഖ്യത്തിന്റെ മേഖലയിലേക്ക് കൈപിടിച്ച് നടത്തിയ ഈശോനാഥൻ, ഒറ്റുകാരനാണെന്നറിഞ്ഞിട്ടും അവന്റെ പാദം കഴുകി ചുംബിച്ച ഈശോനാഥൻ, തന്നെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞിട്ടും കൈപിടിച്ചുയർത്തിയ പത്രോസിനെ കൈപിടിച്ചുയർത്തിയ ഈശോനാഥൻ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരുണയുടെ ഏതാനും ചില പ്രതിഫലനങ്ങൾ മാത്രമാണ്. മത്തായിയുടെ സുവിശേഷം 5:22 ഇപ്രകാരം പറയുന്നുണ്ട്, കരുണ കാണിക്കാത്തവന് ദൈവത്തിന്റെ കരുണ അവകാശപ്പെടാനാവില്ല. ഇന്നത്തെ സുവിശേഷം അരങ്ങേറുക 2 സ്ഥലങ്ങളിലായിട്ടാണ്. ആദ്യ ഭാഗം ഒരു കൃഷിസ്ഥലത്താണ്, വയലില്. യേശുവും ശിഷ്യന്മാരും നടന്നു പോകുന്ന വയലിൽ നടക്കുന്ന സംഭവം. എന്നാൽ രണ്ടാമത്തെ ഭാഗം അരങ്ങേറുക ദേവാലയത്തില്, ദേവാലയ പരിസരത്താ. പ്രിയമുള്ളവരെ, പാടത്തും പറമ്പിലും, നാട്ടിലും വീട്ടിലും, മിത്രത്തിനും ശത്രുവിനും, പാവപ്പെട്ടവനും പണക്കാരനും എല്ലാം കരുണയുടെ സുവിശേഷം വെച്ചു വിളമ്പി അർപ്പിക്കുന്ന ബലി, അതായിരിക്കണം നിന്റെയും എന്റെയും ജീവിതം. അതാണ് ഏറ്റവും സ്വീകാര്യമായ ബലി. സാധു ഫിലിപ്രസ് സിംഗ് ഒരു പ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങയുടെ ദാസന്മാരുടെ ദാസനാകാൻ എന്നെ അനുവദിക്കണമേ. കാരണം നിന്റെ മുമ്പിൽ പൂജയർപ്പിക്കാനും നിന്നെ ആരാധിക്കാനും നിന്നെ വണങ്ങാനും ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. എന്നാൽ നിന്റെ ദാസന്മാരായ കരുണയ്ക്കായി കാത്തിരിക്കുന്നവർ, പരസഹായത്തിനായി കേഴുന്നവർ, പുറത്താക്കപ്പെട്ടവർ, മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നവർ, അവഗണിക്കപ്പെട്ടവർ, ഈ മനുഷ്യരുടെ ഗണം ഇന്ന് പെരുകി വരികയാണ്. ഈ ദാസരുടെ ദാസനാകാൻ എന്നെ അനുഗ്രഹിക്കണമേ, അനുവദിക്കണമേ. എത്രയോ മനോഹരമായ പ്രാർത്ഥന. വഴിയരികിൽ രക്തം വാർന്ന് മരിക്കാൻ കിടന്ന യഹൂദനെ കണ്ട് വഴിമാറിപ്പോയ പുരോഹിതനെ പോലെയോ ലേവായനെ പോലെയോ അല്ല. അവന് ശത്രുവായ സമറായൻ ഒരു നല്ല അയൽവക്കക്കാരനായി മാറിയെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ജീവിതമാണ് കരുണയുടെ ജീവിതം, സ്നേഹത്തിന്റെ ജീവിതം. യോഹന്നാന്റെ 1-ാം ലേഖനം 3:18 ഇപ്രകാരം പറയുന്നുണ്ട്, നിന്റെ വാക്കോ സംസാരമോ അല്ല, നിന്റെ പ്രവൃത്തിയും സത്യവും സ്നേഹത്തിൽ ചാലിച്ചെടുത്തതാകണം. നിന്റെ ജീവിതം തന്നെ സ്നേഹമായി മാറണം. അവിടെയാ യഥാർത്ഥമായ ദൈവവിശ്വാസം ഇരിക്കുക. ദൈവത്തിന്റെ കരുണാർദ്രമായ ഹൃദയത്തെ പകർന്നു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. യേശുവിന്റെ കരുണ,
യേശുവിൻ്റെ സ്നേഹം എനിക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി. അവൻ്റെ കരുണയും അവൻ്റെ സ്നേഹവും അവൻ്റെ ബലിയും ഒന്നാ, ഒരേ ഒരു യാഥാർത്ഥ്യമാ, മാറ്റി നിർത്തപ്പെടേണ്ടതല്ല. അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് കാശുകൾ മുടക്കി കെട്ടിപ്പൊക്കുന്ന ദേവാലയങ്ങളിലല്ല ഇന്ന് മനുഷ്യർ ദൈവത്തെ തിരയുക. മറിച്ച് കാരുണ്യവും സ്നേഹവും നീതിയും നിറഞ്ഞു നിൽക്കുന്ന നല്ല മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് മനുഷ്യൻ ഇന്ന് ദൈവത്തെ തിരയുക. മനുഷ്യനെ മറന്നുപോകുന്ന ദേവാലയങ്ങളും ദൈവത്തെ മാറ്റി നിർത്തുന്ന ആരാധനകളും പ്രവൃത്തിയെ മറച്ചുവെക്കുന്ന വിശ്വാസവും മുഖംമൂടി അണിഞ്ഞ ആത്മീയതയും പ്രിയമുള്ളവരെ നമുക്ക് മാറ്റിവെക്കാം. കരുണയും സ്നേഹവും നീതിയും നിറഞ്ഞ വ്യക്തിത്വങ്ങളായി നമുക്ക് രൂപാന്തരപ്പെടാം. ഓരോ വിശുദ്ധ ബലി അർപ്പണവും ആ കരുണയിലും സ്നേഹത്തിലും നിറഞ്ഞവരാകാൻ നമ്മെ സഹായിക്കട്ടെ. സ്നേഹത്തിൻ്റെയും കരുണയുടെയും നീതിയുടെയും നിറകുടമായ വറ്റാത്ത ഉറവയായ മിശിഹാനാഥൻ ഇതിന് നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. സ്നേഹനാഥ, പരിശുദ്ധമായ ഈ ദിവസം നിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മക്കളായി ഞങ്ങൾ നീ നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കുകയാണ്. ഈശോയെ, കരുണയായി സ്നേഹമായി ഓരോ നിമിഷവും ഞങ്ങളുടെ മേൽ പെയ്തിറങ്ങുന്ന നിന്റെ അതുല്യമായ ശക്തി സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ കരുണയുടെയും സ്നേഹത്തിൻ്റെയും വക്താക്കളായി മാറാൻ ഞങ്ങളെ ഏവരെയും നീ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.